ായിട്ടുള്ള ശ്രമം ബിജെപിയുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എങ്ങനെ കന്യാസ്ത്രീകളെ ജയിലിൽ അവിടെ എത്ര നാൾ ദീർഘം കിടത്താം എന്നുള്ള ശ്രമത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ആദ്യം തന്നെ ശ്രീ അനൂപ് ആന്റണിയെ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഛത്തീസ്ഗഡിലെ ഭരണകൂടവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളായിട്ടുള്ള അദ്ദേഹത്തിനെ അങ്ങോട്ട് അയക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹവും ശ്രമം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. വളരെ നമുക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്ത കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വർഷമാണ് ഇത് നടക്കുമ്പോഴും സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷ, അത് NIA കോടതിയിലേക്ക് കേസ് പോവുകയാണ്. സന്തോഷമുള്ള നടപടികളല്ല അവിടെ നിന്ന്. അതിന്റെ അകത്തൊരു വിഷയം, ഇതിന്റെ അകത്ത് ഇടപെടുന്നവരെല്ലാം ഒരു കാര്യം കണ്ടുപിടിക്കണം. മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ പോയി. അത് ഈ കോൺഗ്രിഗേഷന്റെ അതായത് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ചുമതലപ്പെടുത്തിയ ആളല്ല. ഇന്നലെയും ഞാൻ CBCIയോട് ചോദിച്ചിരുന്നു, അത് അവരും ചുമതലപ്പെടുത്തിയ ആളല്ല. നടപടികൾ പൂർത്തിയാക്കാതെ ഒരു ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും അത് തള്ളുകയാണ് ആദ്യം ഉണ്ടായത്, ആദ്യത്തെ നടപടി. ഇപ്പൊ ഇവർക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര മതേതരവാദികളും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസുകാര് ആറ്റുചാലിലച്ഛന്റെ നട്ടെല്ല് തകർക്കുമ്പോൾ അതിനുള്ള മിണ്ടുകല, കാരണം PFIക്കാരായതുകൊണ്ട്. പാലാ ബിഷപ്പിന് എതിരെ പ്രകടനം നടത്തുമ്പോൾ പാലാ ബിഷപ്പിന് എതിരെ കേസെടുക്കണമെന്നാണ് VD സതീശൻ പറഞ്ഞത്. അതപ്പുറത്ത് PFI ആയതുകൊണ്ട് അവരൊന്ന് പറയണം, ഈ ആരാണ് ആ ജാമ്യാപേക്ഷ കൊടുത്തതെന്ന്. അതാണ് അതിന്റെ തുടക്കം. കാരണം പോലീസ് ഞായറാഴ്ച രാവിലെ തന്നെ ഈ മാതാപിതാക്കളെ കൊണ്ടുവന്നിരുന്നു. അവര് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ തിങ്കളാഴ്ച ജാമ്യാപേക്ഷ കൊടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് കൊടുത്തില്ല. ഇവര് ആദിവാസികളാണ്, പാവം മനുഷ്യരാണ്. അവര് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ചൊവ്വാഴ്ച ഇവര് പുറപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ്, അതായത് ഇവരെ ഹാജരാക്കണം കോടതിക്ക് നടപടി വേണമെങ്കിൽ. ഇവര് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ജാമ്യാപേക്ഷ അപ്പൊ തന്നെ തള്ളി. അപ്പൊ അത് ഈ ഭയങ്കര ക്രിസ്തീയ വിശ്വാസികളും മതേതരവാദികളും ഒക്കെ ആയിട്ടുള്ള കോൺഗ്രസുകാർക്ക് അറിയാമെങ്കിൽ അതൊന്ന് പറയുന്നതല്ല, മാധ്യമങ്ങളും ഒന്ന് കണ്ട് പിടിക്കണം ആ കാര്യത്തിൽ. ജാമ്യം കൊടുത്താ എന്തൊരു ദേഷ്യം, തിരിച്ചെന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു അല്ല, എന്റെ സുഹൃത്തെ, നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യം കൊടുത്താൽ അപേക്ഷ കൊടുത്താൽ തള്ളിക്കളയും, അറിയത്തില്ലേ? അങ്ങനെ പറ്റിയതാണ്. അതിന്റെ അകത്ത് കോൺഗ്രസ്സുകാരാന്ന് പറഞ്ഞില്ല. കോൺഗ്രസ്സുകാരനാണോ? പേടിക്കണ്ട, കോൺഗ്രസ്സുകാരനാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അല്ലല്ല, അത് എനിക്ക് രാഷ്ട്രീയം പറയാമല്ലോ. ഞാൻ രാഷ്ട്രീയക്കാരനാകുമ്പോൾ രാഷ്ട്രീയ ചോദ്യം വരുമ്പം തിരിച്ചു ചോദിക്കും. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്റെ സുഹൃത്ത്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു വഴിയല്ല, തിരിച്ചും ചോദിക്കാം. നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെയാണ്. എവിടെയെങ്കിലും പത്രപ്രവർത്തകരോട് ചോദിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടില്ല. ആ ചോദ്യം ചോദിക്കും, തിരിച്ചു ചോദിക്കുന്നു. അതിന് ദേഷ്യപ്പെടരുത്. നിങ്ങൾ ആദ്യം തന്നെ വളരെ രൂക്ഷമായിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഇത് പിടിച്ചിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളില്ലായിരുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയും ലൈവ് കൊടുക്കരുതെന്ന്. കാരണം എല്ലാ ചാനലുകളെ പറ്റി എനിക്കറിയാമല്ലോ, ഞാൻ കുറച്ച് വർഷമായല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ചാനലിന്റെ പേര് പറഞ്ഞ് മറുപടി പറയും. പലപ്പോഴും ചോദ്യം ചോദിക്കുന്നവരുടെ ചോദ്യം മാധ്യമ രാഷ്ട്രീയം തിരിച്ചു ചോദിക്കുന്നതാണ് BJPയുടെ പൊതുരീതിയാണ് ഇപ്പോൾ. കാരണം ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യത്തിന്റെ മെരിറ്റിനപ്പുറത്തേക്ക്, ഇത് ന്യൂസ് 18ആണ്, ചോദ്യത്തിന്റെ മെരിറ്റിനപ്പുറത്തേക്ക് ചോദിക്കുന്നവരുടെ രാഷ്ട്രീയമാണ് ഇപ്പം ചോദിക്കുന്നത്. ഞങ്ങളൊരു ജനാധിപത്യ വിശ്വാസികളാണ്. അപ്പൊ അതുകൊണ്ട് ജനാധിപത്യപരമായിട്ട് ഈ രാജ്യം അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞങ്ങൾക്ക് ഈ വലിയ പണക്കാരോ അങ്ങനെയുള്ളവരല്ല, ഈ രാജ്യം അടക്കി ഭരിക്കുന്നവരോ അങ്ങനെയുള്ളവരല്ല ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കും. കന്യാസ്ത്രീകൾ കൊണ്ടുപോയ പെൺകുട്ടികള് ക്രിസ്ത്യൻ വിശ്വാസികളല്ലേ? അല്ല, അത് കോടതിയിലല്ലേ പറയേണ്ടത്?
സബ് ജുഡീഷാണ് സാർ, ഞാനൊരു മന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കതൊന്നും പറയാൻ പറ്റില്ല. അത് കോടതി തീരുമാനിക്കട്ടെ. വേറെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും കണ്ട ശേഷം അനൂപ് ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ വരുമ്പോൾ അതിനെ പ്രോസിക്യൂഷൻ സർക്കാർ എതിർത്തില്ല എന്നാണ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇന്നലെ കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ മനസ്സിലായി പ്രോസിക്യൂഷൻ ഇവർക്ക് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല ഇതിൽ മനുഷ്യക്കടത്ത് ഉൾപ്പെട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തു. അപ്പോൾ ശരിക്കും BJP ഇവിടുത്തെ ക്രൈസ്തവ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നില്ല ശരിക്കും. അനുവാനണി ചോദിച്ചിട്ടുള്ള ഒരു ഇത് കണ്ടില്ല, എന്തൊരു ആവേശത്തിലാണ്. കോടതി പറഞ്ഞത് കോടതിയുടെ യൂറിസ്ട്രിക്ഷന്റെ കാര്യമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. ഏത് കോടതി എന്നുള്ളതാണ്. അത് വേറൊരു വിഷയമാണ്. അപ്പോൾ കോടതി ഹൈക്കോടതിയിലോ കണ്ടിട്ടില്ലേ, ഈ ജഡ്ജ് ഇതിൻ്റെ അകത്ത് വാദിക്കുന്നതിൽ ചിലപ്പോൾ പ്രതിഭാവം പറയും, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അപ്പോൾ അവർ വിഡ്രോ ചെയ്യും. അതിൻ്റെ അകത്ത് മെറിറ്റ് വരുന്നില്ല. അപ്പോൾ അതാണ് അവിടെ ചോദിച്ചത്. അവിടെ കോടതിയുടെ കാര്യത്തിൽ മജിസ്ട്രേറ്റ് കോടതി, ഞാൻ പറഞ്ഞല്ലോ, മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇത് തള്ളിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. അപ്പോൾ ആരാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ വേറൊരു കാര്യം, ഈ കോൺഗ്രസ്സുകാരെ ഡൽഹിയിൽ സമരം ചെയ്യുമ്പോൾ ഛത്തീസ്ഗഡിലെ MP-മാരെ ഒന്നും കാണുന്നില്ല കൂട്ടത്തിൽ. അത് നിങ്ങൾ ചോദിക്കണ്ടേ? ഒരു MP ഇല്ല. ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു MP ഉണ്ട്, അവരില്ല. രാജ്യസഭയിൽ നിന്നുള്ള MP-മാരില്ല. ഇന്നലെ ലോക്സഭയിൽ ബഹളം വെച്ചപ്പോൾ ആ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു MP പ്രതികരിച്ചില്ല. പിന്നെ നാരായൺപൂരിൽ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ, ഞാൻ പത്രത്തിന്റെ പേരും പത്രപ്രവർത്തകന്റെ പേരും പറയുന്നില്ല, 2023 അവിടെ ഇലക്ഷൻ ഇത് അനലൈസിന് പോയപ്പോൾ നാരായൺപൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ക്രിസ്ത്യൻ പള്ളികളിൽ പോയിട്ടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പലർക്കും വേണമെങ്കിൽ എടുത്തു തരാം, ഒന്ന് തപ്പണമെന്നേ ഉള്ളൂ. എന്തുകൊണ്ട് പോയില്ല? അവിടെ അതിന് തൊട്ടു മുമ്പ് നടന്ന അവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ്സുകാരാണ് ഉണ്ടാക്കിയത്. കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് നേതൃത്വം കൊടുത്തത് എന്നെല്ലാം ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിങ്ങൾക്കറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്. CPIയുടെ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നു, 4000-5000 വോട്ട് കിട്ടി. BJP സ്ഥാനാർത്ഥി 20,000 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ BJPയുടെ സ്ഥാനാർത്ഥി പള്ളിയിലൊക്കെ പോയായിരുന്നു. ഇനി വേറൊരു കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ടത്, ഈ പോലീസ് സ്റ്റേഷനിലുമൊക്കെ പോയ അവസരത്തിൽ ഈ അവിടെയുള്ള ആൾക്കാരാണ് പോയത്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അറിയാമല്ലോ, ആദിവാസി മേഖലയാണ്. അതിൽ കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നോ എന്ന് മാധ്യമങ്ങൾ ഒന്ന് അന്വേഷിക്കണം. ഈ കന്യാസ്ത്രീകളെ കൂട്ടവിചാരണ, ജനകീയ വിചാരണ നടത്തി എന്ന് പറഞ്ഞില്ലേ, അത് കൂടെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഇപ്പൊ അതുകൊണ്ട് ഈ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി BJPയുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ മുന്നിട്ട് ഇറങ്ങിയ നേതാവാണ് BJPക്ക്. വലിയ സൗഹാർദ്ദപരമായ ഞാൻ ക്രിസ്ത്യാനിയാണ്, അല്ലാതെ എന്താ? അതാണ് ചോദിച്ചത്. അപ്പൊ അല്ലെ ഊണൊന്നിച്ചല്ലേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ലെ ഊട്ടിയുറപ്പ് ഉണ്ണുകയല്ല ഡൽഹിയിലൊക്കെ അതെ, അതറിയാൻ മേലത്തുണ്ടാ. ഊട്ടുക എന്ന് പറഞ്ഞാൽ അറിയാവോ? ഭക്ഷണം കൊടുത്തിട്ട് ഉറപ്പിക്കുന്നതിനെ ഊട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളത് അന്വേഷിച്ചോ? അതെ അതിന്റെ മലയാളം എഴുതി പഠിച്ചു. അതുകൊണ്ടാണ് കുഴപ്പം. ഞാൻ സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ്. അതെ, മലയാളം ശരിക്കും പഠിക്കണം. ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് അതൊന്ന് നിങ്ങൾ വിഭജിക്കുക. അല്ലല്ല, ഊട്ടുക എന്നുള്ള ഓർമ്മയുണ്ട് സാറേ. ആനയൂട്ട്, ആനയ്ക്ക് ഇത് കൊടുത്തിട്ട് ഇവരുണ്ടല്ലോ അതിന്റെ കൊണ്ടു നടക്കുന്നവര്, അവരാ സൗഹൃദം ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ മലയാളം പറയും. അത് പോട്ടെ. നല്ല ബന്ധം ഉണ്ടാക്കാൻ മുൻകൈ ഇനി ഞാൻ ക്രിസ്ത്യാനിയാണ് സാർ. കേക്കും ചായക്ക് വേണ്ടിയൊന്നും അങ്ങനെ വരണ്ട എന്നൊരു പറഞ്ഞായിരുന്നോ? പറഞ്ഞോട്ടെ, എന്താ? അവർക്ക് സ്വാതന്ത്ര്യമില്ലേ പറയാൻ? അവർക്ക് സ്വാതന്ത്ര്യമില്ലേ പറയാൻ? നിങ്ങൾക്ക് കേക്ക് വേണോ? നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ ഞാനിപ്പോ പറയാം. അവർക്ക് പറയാനുള്ള അവകാശമില്ലേ? മെത്രാന്മാർക്ക് പറയാനുള്ള അവകാശമില്ലേ? BJP സംസ്ഥാനങ്ങൾക്ക് ഇതൊക്കെ പറയുന്നു, അതായത് കന്യാസ്ത്രീകൾക്കൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ പൂർണ്ണമായും ഇതിനെ എതിർത്ത് അവർ മതപരിവർത്തനം നടത്താനാണ് അവിടെ എത്തിയത്. രാജീവ് ചന്ദ്രശേഖരന് പോലും വിമർശനമുണ്ട്. ഞാൻ കണ്ടില്ല. ഇതാണോ നമ്മുടെ സൈബറാണോ? അതറിയാവോ? സൈബർ കണ്ടിട്ട് പേടിക്കണ്ട. അത് സഹാക്കന്മാരും കോൺഗ്രസുകാരും
സംഖ്യകൾ കയറിയിട്ട് അപ്പുറത്ത് ഗോവിന്ദൻകുട്ടി രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാനത് കണ്ടില്ല. ഇതിൽ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ ഈ കേസിൽ? ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം സബ് ജുഡീസ് ആണ്, കോടതിയിലുള്ള കാര്യമാണ്, അവിടെയല്ല തീരുമാനിക്കേണ്ടത്. അല്ല, ഇല്ലെന്നാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം പറയുന്നത്. മതപരിവർത്തനം അദ്ദേഹം മന്ത്രിയല്ല, ഞാൻ മന്ത്രിയാണ്. അല്ല, അത് അല്ലല്ല, അങ്ങനെയല്ല. ദേഷ്യപ്പെടേണ്ടത് ഇത് സബ് ജുഡീസ് ആയിട്ടുള്ള കാര്യങ്ങളില് മന്ത്രിമാർക്ക് പറയാം, അതൊരു കീഴ്വഴക്കാണ്, നിയമമാണ്. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടായിരിക്കും പറഞ്ഞത്. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളത്, ഞാൻ മന്ത്രിയായതുകൊണ്ട് ഈ കേസിനെ, പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസായതുകൊണ്ട് അവരെ ബാധിക്കാം. ഒരു മന്ത്രി പക്ഷം പിടിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ കോടതി വലിയ വിഷയമാണ്. ഏതാ ചാനൽ? എന്റെ അമ്മ റിപ്പോർട്ടർ, എടാ അവിടെ തിറക്കടാ, അവൻ അവിടെ തകർത്തിട്ടുണ്ട്, ഇവിടെ തകർത്തോ, യുദ്ധമേ, മറ്റേവൻ ഇവിടെ തകർത്തിക്കോ, മറ്റേതങ്ങോട്ട് തകർക്കാൻ പറഞ്ഞ ചാനലല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണേലും തകർത്തോ, ഒരു കുഴപ്പമില്ല. യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചവരാണ്. പാകിസ്ഥാനെ നിങ്ങളെ തോപ്പിച്ച് ശരിയാ എത്ര അല്ലല്ല നിക്ക് എത്ര ഇതായി ഇത് പറയാൻ ഇത് പാടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളതൊന്നും ചോദിക്കരുത്. നിങ്ങൾ എത്ര പോർട്ടുകൾ തകർത്തു? എത്ര പോർട്ടുകൾ പാകിസ്ഥാന്റെ നിങ്ങൾ തകർത്തു? ഇന്ത്യ ഗവൺമെന്റ് നയമായിരുന്നോ? അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ചോദ്യമൊന്നും ചോദിക്കരുത്. കാരണം തിരിച്ചു വരും, ചോദ്യം തിരിച്ചു വരും. നിങ്ങൾ മാധ്യമങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. 3-ാം സ്ഥാനം അവര് 3-ാം സ്ഥാനത്ത് പോയി. 94 അവർക്ക്. അപ്പൊ 94 താഴോട്ടാ ഇപ്പൊ പോകുന്നത്. ഇപ്പൊ 3-ാം സ്ഥാനം 80. ഇനി 80 താഴോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതാ പറയുന്നത്, ഇതുണ്ടല്ലോ, ഇത് ചോദിച്ചു പോകും. ഈ ബൈറ്റിന്റെ സമയത്ത് ഇത് ചോദിക്കരുത്. കാരണം വർഷങ്ങളായി ഞാൻ അധികം മാധ്യമങ്ങളൊന്നും തന്നെ അറിയാലെങ്കിലും ഈ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി. മറുപടി കിട്ടിയില്ല. അതായത് അനൂപ് ആന്റണി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ജാമ്യാപേക്ഷ വരുമ്പോൾ അതിന് സർക്കാർ എതിർക്കില്ല എന്നല്ല, പക്ഷെ സർക്കാർ അത് എതിർത്താണെന്നുള്ള തോളിൽ സംസാരിച്ചത്. അനൂപ് ആന്റണി സന്ദർശിച്ചുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്നതിന്റെ അർത്ഥം അല്ലല്ല. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവര് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിരിക്കണം. സർക്കാരല്ലത്, പ്രോസിക്യൂഷനാണ്. അപ്പോൾ അവർ ഉന്നയിക്കുന്ന കാര്യം ഇത് ഈ കോടതിക്ക് പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല എങ്കിൽ ആ കോടതിയുടെ വിധിയെ ആരെങ്കിലും ചോദ്യം ചെയ്ത് മുകളിൽ പോയിട്ട് നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ആൻസറബിൾ ആണ്. അതുകൊണ്ടാണ് അതൊരു നിയമപരമായിട്ടുള്ള സാങ്കേതികത്വമാണ്. അതായത് അനൂപ് ആന്റണിയെ പ്രോസിക്യൂഷൻ വിചാരണ ചെയ്തിട്ടൊന്നുമില്ല. അനൂപ് ആന്റണി തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് വേറെ ആരെങ്കിലും നടത്തുന്നുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, വേറെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് നടത്തുന്നുണ്ടോ? ബി.ജെ.പി. അല്ലാതെ ആരെങ്കിലും? ബി.ജെ.പി. അല്ല പിടിച്ച് പുറത്തിട്ടത്, അകത്തിട്ടത്. അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടപ്പോ ഒരു ടി.ടി.യാണ് പോലീസുകാരോട് പറഞ്ഞു ഇവരെ ഒന്ന് ശ്രദ്ധിക്കാൻ. ഇവിടെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇതാ 3 പെൺകുട്ടികൾ ആരുമില്ലാതെ വരുന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ കൊടുക്കില്ല. അവർ വിളിച്ചു, അവരുടെ മാതാപിതാക്കളെ വിളിച്ചു, ഒരു കുഴപ്പവുമില്ല, കന്യാസ്ത്രീകളുടെ കൂടെ ഞങ്ങൾ വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ ടി.ടിക്ക് അത് കേൾക്കണ്ടേ? നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ? മിനിസ്റ്റർ നേരിട്ട് കാണുന്നതും ആദ്യം റിപ്പോർട്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം മിനിസ്റ്റർ നേരിട്ട് അറിയുന്നതാണോ? മിനിസ്റ്റർ നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഒഫീഷ്യലായിട്ട് ഞാൻ വരുത്തി. എങ്ങനെ ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ? ബൈറ്റാണ്, സൗണ്ട് ബൈറ്റ്. ആ കുട്ടികളുടെ ബൈറ്റ്, സൗണ്ട് ബൈറ്റ് എപ്പോഴാണ് കിട്ടിയത്? ആ കുട്ടികൾ തന്നെ പറയുന്നു ഞങ്ങൾ 5 വർഷമായി ക്രിസ്ത്യാനികളാണ് എന്ന്. ആ കുട്ടികൾ ഹിന്ദി ബൈറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് മിനിസ്റ്റർ പറയുന്ന ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ഇപ്പൊ പറയും എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ പറ, എങ്ങനെ, എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാലോ. കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ 5 വർഷമായി ക്രിസ്ത്യാനികളാണ്. അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചത്. ഏതാ? ആരെ പിടിച്ചതെന്നല്ലേ ചോദിച്ചത്? ബി.ജെ.പി. സർക്കാർ. പിന്നെ ആരാ പിടിച്ചത്? ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥരല്ലേ,
ഉദ്യോഗസ്ഥർ എന്ന് അല്ലല്ല, പറഞ്ഞാൽ ആരാണ്? ഉദ്യോഗസ്ഥ- ആഭ്യന്തര വകുപ്പിലെ അല്ല, ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ആരാണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇവിടെ ഒരു പോലീസ് ഇത് മർദ്ദനമൊക്കെ ടി ഉണ്ടാകുമ്പോൾ ടി ആണ്. ഇവിടെ ഒരു പോലീസ് മർദ്ദനം ഉണ്ടാകുമ്പോൾ ആഭ്യന്തരമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് പിന്നെ എന്തിനാ? അവിടെ ഉദ്യോഗസ്ഥരല്ലേ? ടി ടി ആണ്. ആ ടി പിന്നെ CPM-ന്റെ ആണ്. നേട്ടങ്ങൾ BJP അത് കൊടുത്തോ? ടി ആണെങ്കിൽ റെയിൽവേയുടെ അല്ലേ? അല്ലെന്നേ കൊടുത്തോളാനേ. റിപ്പോർട്ടർ കൊടുത്തോ? എത്ര തകർത്തവരാണ് നിങ്ങൾ ഇനി കൊടുത്തോ? മന്ത്രി പറയുന്ന വാദം ശരിയാണെങ്കിൽ ടി ആണെങ്കിൽ അല്ല, റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ആദ്യം കൊടുക്കുന്നതാണ്. പല പോർട്ടുകളും തകർത്തതാണ്. എന്നെ തകർത്തു. പറഞ്ഞു. പക്ഷേ ഈ BJP സഭകളുടെ ബന്ധം ഇത് മോശപ്പെടുത്തുക അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ ഒരു സംഭവം കേരളത്തിലെ സഭകളും BJP-യുടെ ബന്ധത്തിൽ എന്തെങ്കിലും വോട്ട് വരുമ്പോൾ അറിയാൻ പറ്റുമോ? അല്ലല്ല, ഇപ്പോഴല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ സംഭവ വികാസങ്ങളുണ്ടല്ലോ. ഞങ്ങള് എത്രമാത്രം ബോധ്യപ്പെടുത്തുന്നു, എങ്ങനെയാ ജനങ്ങള് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പൊ മണിപ്പൂർ വിഷയം വന്നു, ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് കിട്ടി, വോട്ട് കിട്ടി. അല്ലായിരുന്നു അത്രയും കിട്ടില്ലായിരുന്നു. ഇവിടെയാണ് ഞങ്ങളെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ജനങ്ങളല്ലാതെ മാധ്യമങ്ങളോ വേറെ ആരുമല്ല. ഇത് എങ്ങനെ ബോധ്യപ്പെടുത്താൻ സാധിക്കും? ഒരു വിഷയം ഉണ്ടായിരിക്കുന്നു. എങ്ങനെ ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നതിന്റെ അടിസ്ഥാനം. അതാ പറഞ്ഞാൽ ഇപ്പൊ പറ്റിയല്ലെന്ന്. മണിപ്പൂരിന്റെ കാര്യത്തിൽ ഞങ്ങള് ബോധ്യപ്പെടുത്തി ജനങ്ങളെ. ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഇതിനെ നിങ്ങളെതിർക്കും, മാധ്യമങ്ങളെതിർക്കും. BJP പരാജയപ്പെട്ടു, അല്ലെങ്കിൽ മണിപ്പൂരില് തകർത്തു എന്നൊക്കെയായിരുന്നില്ല. പക്ഷെ അത് ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പോസിറ്റീവായി. അപ്പൊ അതുകൊണ്ട് ഇവിടെയും ഇതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതാണ്. ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അത് കാര്യം കൂടി കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് മനുഷ്യക്കടത്തിനും അതുപോലെ തന്നെ മതപരിവർത്തനം കേസെടുത്തത് തെറ്റിദ്ധാരണ കൊണ്ടാണ്. അത് അവിടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ അത് ബോധ്യപ്പെടുത്തി എന്നതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ട് വീണ്ടും കേസ് മുന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ട് ആ കേസ് പിൻവലിക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് കഴിയുന്നില്ല? മുമ്പേ ചോദിച്ചതല്ലേ? മുമ്പേ ചോദിച്ചതിന് ഇങ്ങനെ തിരിച്ചിട്ട് മറിച്ച് ഇങ്ങനെ ചോദിച്ചു. സംസ്ഥാനത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളും നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക. അല്ലല്ല, ഇത് രാജ്യത്തെ എല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യധാര ചർച്ചകള്, സഭകള് മതപരിവർത്തനം നടത്തുന്നില്ല എന്നുള്ള കാര്യം അത് ബോധ്യപ്പെടുത്താനും BJP ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു പരിധി വരെയും ഞങ്ങളത് ചെയ്തിട്ട് അതുപോലെ ഇതുണ്ടല്ലോ നമ്മുടെ ന്യൂ ജനറേഷൻ ചർച്ചസ്, അവര് തന്നെ പറയുന്നുണ്ടത് അവരുടെ അവകാശമാണ് എന്ന് പറയുന്നുണ്ട്. കത്തോലിക്ക സഭ പോലെയുള്ള നമ്മുടെ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ച് പോലെയുള്ളത് മതപരിവർത്തനം നടത്തുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് നോർത്തിന് കാരണം തിരിച്ചറിയാൻ പറ്റില്ല അവർക്ക്. ന്യൂ ജനറേഷനും അതുപോലെ മുഖ്യധാര ചർച്ചകളെയും തിരിച്ചറിയാനായിട്ട് ആൾക്കാർക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി. ഞങ്ങൾ ഒരു പരിധി വരെയും. പക്ഷെ നേരത്തെ ഡ്രസ്സ് അനുസരിച്ച് പറ്റുമായിരുന്നു. ഇപ്പൊ ഡ്രസ്സ് എല്ലാം ഒരുപോലെയായി. മെത്രാന്മാരെന്നുള്ളത് ഇപ്പം അവരും മെത്രാന്മാരാവുന്നുണ്ട് ന്യൂ ജനറേഷൻ. ഇപ്പൊ അതുകൊണ്ട് ഓരോ വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. അത് മുഖ്യധാര അല്ലാത്ത ക്രൈസ്തവ സമൂഹം കൺവെർട്ട് നടത്തുന്നുണ്ട്. ഞാനെന്തെങ്കിലും പറഞ്ഞു? ഞാൻ പറയുന്ന അവര് പറയുന്നുണ്ട് ന്യൂ ജനറേഷൻ ചർച്ചസ് പറയുന്നുണ്ട് അവർ കൺവെർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് ജനങ്ങള് കേരളത്തിലെ ക്രിസ്ത്യാനികൾ അത് തീരുമാനിക്കട്ടെ. കേരളത്തിലെ 90% കേരളത്തിലെ ക്രിസ്ത്യാനികൾ പറയട്ടെ. ഞാനല്ലേ പറയേണ്ടത്? മുഖ്യധാര നടത്തുന്നില്ലെങ്കിൽ ഇപ്പൊ മിനിസ്റ്റർ പറഞ്ഞു. അതെ, കേരളത്തിലെ അല്ലെ നിങ്ങള് ഇത് ഇംഗ്ലീഷ് കൊടുക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് മിനിസ്റ്റർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടെ മതപരിവർത്തനം നടന്നിട്ടില്ല. കേരളത്തിലെ ക്രിസ്ത്യാനികള് തീരുമാനിക്കട്ടെ മതപരിവർത്തനം വേണമോ എന്നുള്ളത്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ തീരുമാനിക്കട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അല്ല മിനിസ്റ്റർ, സംഘപരിവാർ പല നേതാക്കളും പറയുന്നത് ഇപ്പൊ ആരെയാ വേണ്ടത്? അല്ല മിനിസ്റ്റർക്ക് ആരെയാ വേണ്ടത്? ഏത് പത്രത്തെയാണ്? അത് വേണം. അതായത് ഇത് നിങ്ങള് വേറൊന്നുകൊണ്ടല്ല. ഇത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് മാധ്യമം. നിങ്ങൾ മത്സരിച്ചിട്ട് നശിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ടാ പറഞ്ഞത്. കള്ളത്തരം പറഞ്ഞിട്ടേ
അത് നിങ്ങളിവിടെ പ്രത്യേകം അല്ല പറയണം. മിനിസ്റ്റർക്ക് ആ കുട്ടി ഹിന്ദിയിൽ പറഞ്ഞത് കേൾക്കണം. ഞാനിത് എന്താ പറഞ്ഞത് പറഞ്ഞത് കേൾക്കണം. ഇത് പറഞ്ഞത് അല്ല, നിങ്ങളുടെ മിനിസ്റ്റർക്ക് മുതലാളിയോട് കേൾക്കണം. പറയോ? മിനിസ്റ്റർക്ക് കേൾക്കണം. അല്ല, ഞാൻ പറയുന്നത് ഈ കുട്ടികൾ ഈ രാജ്യത്തിന് ഇത് വേണ്ടി, മതപരിവർത്തനമല്ല. ജനങ്ങൾക്ക് വേണ്ടി, ഈ പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി മിനിസ്റ്റർക്ക് ഇത് പറഞ്ഞു എന്ന് നിങ്ങളുടെ മുതലാളിയോട് പറയോ? മോലാളി ഇത് കേൾക്കുന്നുണ്ടോ? എല്ലാരും പറയും. സാറേ, ഇന്നൊരു വിവാദം വേണം. ഈ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് വെച്ചിട്ട് ഒരു പയ്യൻ, എനിക്ക് ഉറക്കം വന്നില്ല, അയാൾ ചോദിച്ചപ്പോഴത്തേക്കും കുഴഞ്ഞു പോയി. അവിടുന്ന് പറഞ്ഞു വിട്ടത് കള്ളി വിളി വിട്ടു. അപ്പൊ ഞാൻ തുറന്നു ചോദിച്ചു. അയാളുടെ കരച്ചിൽ അങ്ങ് മാറി നിന്ന് കരയുന്ന കണ്ടിട്ട് എനിക്ക് രാത്രി ഉറക്കം വന്നില്ല. ഈ പത്ര മുതലാളിമാരെ നിങ്ങളെ ചൂഷണം ചെയ്യുക, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതൊക്കെ അവരിപ്പൊ ഇങ്ങനെ ആ ഊന്നൊക്കെ പറയും. ബിജെപി ഒരു സംഘടന തുടങ്ങുകയോ അല്ലെങ്കിൽ സമരമൊക്കെ ഇറങ്ങുമോ? അത് നിങ്ങളുടെ മുതലാളിയോട് പറഞ്ഞാൽ മതി. പുള്ളി ശക്തനല്ലേ? എല്ലാരും കൂടി നിങ്ങളുടെ മിനിസ്റ്റർ അതല്ല ഇതിനകത്ത് മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും എല്ലാ മുതലാളിമാരും ഇവരുടെ മുതലാളിയുടെ കൂടെ കൂടും. ഒരു കുഴപ്പമില്ല. മിനിസ്റ്ററെ, മതപരിവർത്തനം നിങ്ങളോടല്ല കേട്ടോ നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്. പത്രപ്രവർത്തനം എന്ന രീതിയിൽ നിങ്ങളോട് സഹതാപമുണ്ട്. മതപരിവർത്തനം നടന്നിട്ടില്ല എന്നും മുതലാളിമാര് ഇത് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കണ്ടില്ല ഇങ്ങനെ പടവലങ്ങ പോലെ ഒരു മിനിറ്റ് മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ പെൺകുട്ടികൾ പറയുന്നതാണ്. മിനിസ്റ്റർ ഹിന്ദി അറിയാലോ? ഹിന്ദി എനിക്കറിയില്ല. ഹിന്ദി ഇത് കേൾക്കണം അല്ലാതെ പറഞ്ഞു പോലെ